നിങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്കൃഷ്ട സ്വഭാവമുള്ളവർ സ്വന്തം ഭാര്യയോട് നല്ല രൂപത്തിൽ പെരുമാറുന്നവരാണ്. ഞാൻ നിങ്ങളിൽ വെച്ച് ഏറ്റവും നന്നായി ഭാര്യമാരോട് പെരുമാറിയയാളാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടിയാധാരമായി വെക്കുകയും ചെയ്തു. ഭാര്യമാരോടുള്ള സഹധർമ്മിണികളോടുള്ള സൽപെരുമാറ്റമാണ് ഒരു പുരുഷന്റെ വിജയ മാനദണ്ഡം എന്ന് ചുരുക്കം. ലോകത്തുള്ള ഭാര്യമാരെ വിളിച്ചുകൊണ്ട് പറഞ്ഞ വാക്കുണ്ട്. രക്ഷകർത്താക്കൾ അവരുടെ പെൺമക്കൾക്ക് അത് പറഞ്ഞു കൊടുക്കണം. ലൗ അന്ന സൗജ സാല മിൻ അഹദി മിൻ അഖറഹി ലമുൻ വമിൻ അൽ-ആഖരി സദീദുൻ ഫലഹിസതുൽ മർഅതു മാ അദ്ദത് ഹഖ സൗജിഹാ. അഥവാ ഭർത്താവിനോടുള്ള പരിപൂർണമായ വിധേയത്വത്തെ സംബന്ധിച്ച് ഭർത്താവിന്റെ ഭാഗത്ത് നിന്നുള്ള ചുമതലാബോധവും പെണ്ണിന്റെ ഭാഗത്ത് നിന്നുള്ള വിധേയത്വവും സംഗമിക്കുമ്പോഴാണ് ഒരു ബാലൻസ്ഡ് ഫാമിലി രൂപീകരിക്കപ്പെടുന്നത്. ഗുഡ് സിറ്റുവേഷൻ പ്ലസ് ബെസ്റ്റ് ഫാമിലി പ്ലസ് മൈൻഡ് പവർ പ്ലസ് ഹെൽത്ത് ഈക്വൽ ടു അവർ ഹാപ്പി. നല്ല സാഹചര്യം, അതിലൂടെ നല്ല കുടുംബ ജീവിതം, മനസ്സിന് ആരോഗ്യം, ശരീരത്തിന് ആരോഗ്യം, എപ്പോഴും സന്തോഷിക്കാൻ സാധിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള കുടുംബ ജീവിതത്തിന്റെ കവാടമായി ഈ നിക്കാഹിന്റെ ചടങ്ങുകളെ അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ലക്ഷ്യം വളരെ പ്രധാനമാണ്. കേവലമായ പണം ലക്ഷ്യം വെച്ചോ സൗന്ദര്യം ലക്ഷ്യം വെച്ചോ കുടുംബത്തിന്റെ പേരും പെരുമയും ലക്ഷ്യം വെച്ചോ വൈവാഹിക ജീവിതത്തിലേക്ക് കടന്നവരാരും വിജയിച്ചിട്ടില്ല. അത് പ്രവാചക പാഠത്തിന്റെ പഠനത്തിന്റെ അന്തസാരമാണ്. ഹദീസിൽ വന്നിട്ടുണ്ട്, മൻ തസവ്വജ ഇംറഅതൻ ലിഇസ്സിഹാ ലം യസിദുഹു അല്ലാഹു ഇല്ലാ ദുല്ല വമൻ തസവ്വജഹാ ലിമാലിഹാ ലം യസിദുഹു അല്ലാഹു ഇല്ലാ ഫഖറ വമൻ തസവ്വജഹാ ലിഹസബിഹാ ലം യസിദുഹു അല്ലാഹു ഇല്ലാ ദനാഅ വമൻ തസവ്വജ ഇംറഅതൻ ലം യതസവ്വജ്ഹാ ഇല്ലാ ലിയഗുദ്ദ ബസറ ഔ ലിയഹ്സുന ഫർജ ഔ ലിയസില റഹിമ ബാറക്കല്ലാഹു ലഹു ഫീഹാ വബാറക്കല്ലാഹു ലഹാ ഫീ. പണത്തിന് വേണ്ടി മാത്രം വിവാഹം കഴിച്ചാൽ ദാരിദ്ര്യമായിരിക്കും റിസൾട്ട്. സൗന്ദര്യം കണ്ടുകൊണ്ട് മാത്രം വിവാഹം കഴിച്ചാൽ അധമത്വമായിരിക്കും റിസൾട്ട്. കുടുംബത്തിന്റെ പേരും പെരുമയും മാത്രം കണ്ടുകൊണ്ട് വിവാഹം കഴിച്ചാൽ അവിടെയും നിസാരത്വമായിരിക്കും ഫലം. മറിച്ച് തന്റെ വ്യക്തി ജീവിതത്തിന്റെ പരിശുദ്ധിയും സാമൂഹിക ജീവിതത്തിന്റെ പവിത്രതയും